Hi guys, welcome to Ozone Detailing. Special video ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ചില ഭയങ്കര ഫാസിനേറ്റിംഗ് ആയ പെട്രോൾ ഹെഡ്സ് ഉണ്ട്. ക്ലാസിക് വണ്ടികളെ പ്രിസർവ് ചെയ്യാനും അതിനെ റീസ്റ്റോർ ചെയ്യാനും കുറേ ആൾക്കാരുടെ പാഷനേറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ടൊയോട്ട ക്രിസ്റ്റൻ്റെ ഒരു യങ്കർ ബ്രദറിനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ വീഡിയോ നമ്മളെ പേജിൽ കണ്ടിട്ടുണ്ടാവും, ദ ടൊയോട്ട ക്വാലിസ്. കുറച്ച് ദിവസം മുമ്പേ നമ്മൾ ഈ വണ്ടീനെ സെറാമിക് കോട്ടിങ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിലിംഗ് പ്രോസസ്സ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ മുമ്പേ നമ്മൾ ഡീറ്റെയിലിംഗ് പ്രോസസ്സിൻ്റെ മുന്നേ ഈ വണ്ടി ഓൾമോസ്റ്റ് 6 മാസം എടുത്ത് പണിത വണ്ടിയാണ്, റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എല്ലാം കുറേ പേര് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇതിന് ശരിക്കും കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. നമസ്കാരം സർ. അപ്പം ഇത് സഞ്ജയ്, അത് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. സർ പറയൂ സർ, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വളരെ സന്തോഷം. ഇങ്ങനെയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഓസോണിൽ ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ. പക്ഷെ ഇതിങ്ങനെ ഒരു വൈറൽ വീഡിയോ ആവുന്നോ അല്ലെങ്കിൽ വണ്ടി ഇത്രയും ഫേമസ് ആവുന്നു നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാർ ഇത് വണ്ടി ഇത്രയും ഡിമാൻഡുള്ള വണ്ടി സാർ റീസ്റ്റോർ ചെയ്യാൻ സാർ ഉദ്ദേശിച്ചു. എന്തുകൊണ്ടാണ്, എന്താണ് നിങ്ങൾക്ക്? ഞാനിത് ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ട് ഉപയോഗിക്കണ വണ്ടി. ഇതിനു മുമ്പും എൻ്റെ കയ്യിൽ ക്വാളിസ് ആയിരുന്നു. പക്ഷെ അതൊരു FS മോഡൽ, പഴയ മോഡൽ വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗദിയിലായിരുന്നു എല്ലാവരും. നാട്ടിൽ സെറ്റിലാവണേലും മുമ്പ് വാങ്ങിയിട്ടുണ്ടത്. പക്ഷെ ഇത് ഓടിക്കാൻ കിട്ടുന്ന ഒരു സുഖം വേറൊരു വണ്ടിക്കും എനിക്ക് കിട്ടണില്ല. അതാണ് വാസ്തവം. ഒരു 800 പോലെയോ അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലെയോ എവിടെയും കൊണ്ട് ഇപ്പം നടു റോഡിൽ നിന്ന് ഇപ്പം നമുക്ക് തിരിച്ചെടുത്തിട്ട് വരണമെങ്കിൽ ഒക്കെ പറ്റും ഈ വണ്ടി. വേറൊരു വണ്ടിക്കും ആ ഒരു ഇത് എനിക്ക് പറ്റിയിട്ടില്ല. ബാക്കി ഇപ്പോൾ ഫോർച്യൂണറിലോ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികൾക്കൊക്കെ ഫ്രണ്ടൊക്കെ ഏതാണ്ട് പോലെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പിന്നെയും മാറ്റാൻ മനസ്സ് സമ്മതിക്കണില്ല. പ്രത്യേകിച്ച് മകൾക്കും മകനും. ഇവരൊക്കെ ന്യൂജനായിട്ട് പോലും ഇവർക്ക് ഈ വണ്ടി ഉപേക്ഷിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അപ്പോഴാണ് ഇങ്ങനെ റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ബോഡി പഴയതുപോലെ നിർത്തിക്കൊണ്ട് ഇന്റീരിയർ ഫുള്ള് മാറ്റുക, അങ്ങനെയാണ് ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇത് പക്ഷേ ഇതെല്ലാം പുതിയത് മാറ്റിയതാണ് കമ്പനിയിൽ നിന്ന്. ഇതിന് മുമ്പത്തെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ കമ്പനിയിൽ തന്നെ വാങ്ങിയതാണ്. എല്ലാ പാർട്സും കമ്പനിയിൽ നിന്ന്. ഇത് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ഒരു 99 പാർട്സും കമ്പനിയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് മാറ്റിയിടുന്നതാണ്. ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്കർട്ടിങ് മാത്രം, ഫ്രണ്ടിലും ബാക്കിലും ഒരു സ്കർട്ടിങ് മാത്രം നമ്മൾ പുറത്തുണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാം ബോഡി ഒറിജിനൽ സ്റ്റോക്ക് ബമ്പർ തന്നെയാണ്. ആണ് എല്ലാം കമ്പനി. ഒറിജിനൽ ഈ വണ്ടി ഞാൻ ഷോറൂമിൽ ഫുൾ പണിതാണ്. ഏതാണ്ട് എല്ലാവിധ പാർട്സും മാറ്റി വണ്ടി പുതിയതാണ്. അപ്പൊ ഇന്റീരിയർ ഒന്നും അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം 1-2 പ്രാവശ്യം ചെറിയ തട്ടുമുട്ടൊക്കെ വന്നു. പക്ഷെ അത് പുറത്തെ പിന്നെ ഡെന്റ് ചെയ്തത്. ആ ഡെന്റ് ചെയ്തൊന്നും അത്ര വൃത്തിയില്ല. അപ്പൊ പിന്നെ തോന്നി ഒന്നും കൂടി അന്നത്തെ ഐഡിയ അല്ല, ടെക്നോളജി ഒക്കെ മാറിയില്ല. ഇവനും വലിയ കുട്ടിയായി, അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഇവന്റെ ഐഡിയ ആണ് ഇന്റീരിയർ ഒക്കെ മാറ്റണം എന്നുള്ളത്, ഫുള്ള് ബ്ലാക്ക് ആക്കണം എന്നുള്ളതൊക്കെ ഇവന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. വുഡൻ ഫിനിഷിങ് ഈ ക്വാളിസിന്റെ RS വുഡൻ ഫിനിഷിംഗ് ആണ് വരുന്നത്. പക്ഷെ നമ്മളത് മാറ്റി, ആ കളർ മാറ്റിയിട്ട് വേറൊരു കളർ ചൂസ് ചെയ്തത്. സെൻട്രൽ കൺസോള് നമ്മൾ ഇന്നോവയുടെ സെൻട്രൽ കൺസോളാണ് ഇതിൽ സൂട്ടാക്കിയത്. അപ്പൊ അതിനും ഇന്നോവയ്ക്ക് ഇങ്ങനെ സെൻട്രലിൽ വുഡൻ ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല. അപ്പൊ അത് നമ്മളിങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പൊ എല്ലാം ഒരേ കളറാക്കി നമ്മള്. പിന്നെ സ്റ്റിയറിംഗ് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. കാരണം ക്വാളിസ് നമ്മളൊരു വണ്ടി റീസ്റ്റോർ ചെയ്ത് പുതിയൊരു ന്യൂജനാക്കുമ്പോൾ സ്റ്റിയറിംഗ് മസ്റ്റായിട്ട് മാറ്റിയേ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ട് വേണ്ടി വന്നു ആ സ്റ്റിയറിംഗ് ഒന്ന് ഈ കണ്ടീഷനിലാക്കി എടുക്കാനായിട്ട്. ക്വാളിസിന് സാധാരണ ഇവിടെ ഒരു ചെറിയ ഹാൻഡിലും പിന്നെ വിൻഡോന്റെ സ്വിച്ച് ഇവിടെ അടിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഹാൻഡില് വേറെ ഒന്നും സൂട്ടായത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെയ്യിച്ച ഡെൻഡർ ശ്രീ സുരേന്ദ്രേട്ടൻ, ആള് വളരെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണ്, വളരെ സ്ലോ ആണ്, പക്ഷെ നല്ല കണ്ണിങ് ആയിട്ടുള്ളൊരു ഡെൻഡറാണ്. അദ്ദേഹമാണ് ഈ ഐഡിയയിൽ ഇത് ചെയ്തത്. എന്നിട്ട് കൊറോളയുടെ ഈ മുകളിലത്തെ മോഡ്യൂൾ വാങ്ങിയിട്ട് അതും ഇതേപോലെ ഡിപ്പ് വെച്ചിട്ട് അതിൽ കയറ്റുക ചെയ്തു. സ്ക്രീൻസ് അതെ ഏതാണ്ട് സോണിയുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. സ്പീക്കേഴ്സ് ഒക്കെ JBLന്റെ സ്പീക്കേഴ്സ്. ഇത് ബാക്കിൽ 2 ആൻഡ്രോയിഡ് തന്നെയാണ്. ആൻഡ്രോയിഡ് വിത്ത് DVD പ്ലെയർ അടക്കമുള്ളത് പുറത്തുനിന്ന് കൊണ്ടിരിച്ചതാണ്. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി പറഞ്ഞു, കിട്ടാനും ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവരിച്ചതാണ്. അങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്തത്. പിന്നെ സീലിംഗ് ആദ്യം ഇതിന് സൺറൂഫ് ഫിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ സൺറൂഫ് വാങ്ങാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഒരുപാട് പഴയ മോഡൽ സൺറൂഫൊക്കെ കിട്ടാനുള്ളൂ, നല്ലതൊന്നും കിട്ടാനില്ല. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് നാളെ ലീക്കൊക്കെ ആയി കഴിഞ്ഞാൽ എന്താവുന്നുള്ള ഇതിൽ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ സീലിംഗ് കംപ്ലീറ്റ് തകിടടിച്ചു ഞങ്ങൾ.
സീലിംഗ് തകിട് അടിച്ചിട്ട് അതിൽ 2 ഷീറ്റ് ഡാമ്പ് ചെയ്തിട്ടാണ് തകിട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സൗണ്ടും ഈ വണ്ടി ഫുള്ള് ഡാമ്പ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഡോറ്, അടിവശത്ത്, ഫ്ലോറ്, സീലിംഗ്, ഡാഷ്ബോർഡ് എല്ലാം ഈച്ച് ആൻഡ് എവരി കോർണർ ഡാമ്പ് ചെയ്തേക്കണ വണ്ടിയാണത്. പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് ഇപ്പോൾ നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ ഹോൺ പോലും നമുക്ക് കേൾക്കില്ല. അങ്ങനെയൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കേൾക്കില്ല, പുറത്തുനിന്നുള്ള ഒരു സൗണ്ടും കേൾക്കില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡാമ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി ഫുള്ള്. അപ്പോൾ ഇത് ഫുള്ള് ഇതിന്റെ ഈ കൺസോൾ ഇങ്ങനത്തെ ഈ പീസൊക്കെ ശരിക്കും തകിടിൽ ഉണ്ടാക്കിയതാണത്. ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഹുണ്ടായി വെർണയുടെയാന്ന് തോന്നുന്നു ലൈറ്റ്. അതൊക്കെ കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുക. ബാക്കിലും ഫ്രണ്ടിലും ലൈറ്റുകൾ, എല്ലാ ഡോർ പാഡിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞത്, ആള് വളരെ നല്ലൊരു പണിക്കാരനാണ്. വളരെ സ്ലോ ആണ്, പക്ഷെ ആളുടെ സ്വന്തം വണ്ടി പോലെ ഒരു ഇതിന്റെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി കോർണർ ആള് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഏവൺ മോട്ടോഴ്സ് എന്നാണ് തോന്നുന്നു പേര്, എനിക്കറിയില്ല. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ ടൈം പാസിന് പണിയും വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അവരെനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഒരു തൃശ്ശൂരത്തെ ഏറ്റവും ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു എന്താ പറയാ ഒരു റീസ്റ്റോറേഷൻ സ്ഥാപനത്തിൽ ഈ വണ്ടി മകൻ കൊണ്ടുപോയപ്പോ അവര് ക്വാളിസ് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് ഫീലായി. അപ്പോ പിന്നെ നമുക്കിതൊരു വാശിയായി, അതെങ്ങനെ വന്നാലും നമ്മളിത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ആ വർക്ക്ഷോപ്പിലെ ഒരു ബെന്നി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മുതലാളിയുടെ പേര്, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം ആ ടെൻഡറും പെയിന്റർ എന്ന് പറഞ്ഞ രാമജയൻ എന്ന് പറഞ്ഞൊരു പെയിന്ററാണ്, ആൾ എക്സ് ഗൾഫാണ്. അപ്പോൾ അവരുടെ ഇതിലാണ് പണി ചെയ്തത്. രണ്ടുപേരും നല്ല ആത്മാർത്ഥമായിട്ട് എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അത്രയും അവരുടെ വണ്ടി പോലെ തന്നെയാണ് അവർ രണ്ടുപേരും ചെയ്തത്. പിന്നെ എടുത്ത് പറയാനുള്ളത് അപ്പോൾശ്രീ നടത്തറയിലെ ഓയിസ്റ്ററിലാണ് ചെയ്തത്. ഷജീർ എന്നാണ് അതിന്റെ ഒരാളെ എനിക്ക് ശരിക്കും പേരറിയുള്ളൂ. ഷജീർ ശരിക്കും ഒരു എന്താ പറയുക ഒരു അനിയനെ പോലെയാണ് എൻ്റെ അടുത്ത്. ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല ഷജീറിന്റെ അടുത്ത്. ജസ്റ്റ് സീറ്റിന്റെ ഒരു പാറ്റേൺ കാണിച്ചു കൊടുത്തു, ബാക്കി എല്ലാം ഷജീറിന്റെ ഐഡിയയിൽ വിട്ടു കൊടുക്കുക ചെയ്തത്. പക്ഷെ അത്രയും ഏതാണ്ട് 2 മാസത്തോളം എടുത്തു ഷജീർ ഇത് ചെയ്യാനായിട്ട്. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊന്നും ഷജീറിന്റെ അടുത്ത് ഷജീർ എന്താ ഇങ്ങനെ ആയെന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ളവരും എന്റെ റിലേഷനിലുള്ള എല്ലാവരും നിനക്ക് ഭ്രാന്താണെന്നാ പറയണത്. കാരണം ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടി നീ അത് മാറ്റാണ്ട് 6 മാസം എപ്പൊ ചോദിക്കുമ്പോഴും പറയും കഴിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക്ഷോപ്പിൽ തന്നെയാണ്. ഏതാണ്ട് ഒരു വർക്ക്ഷോപ്പില് അവരുടെ ജോലിക്കാരനെ പോലെ അവിടെ തന്നെ ഫുൾ ടൈം പോയിരുന്ന് എല്ലാ ഐഡിയകളും. പിന്നെ എന്റെ മകനാണ് ഇതിന്റെ ഇന്റീരിയർ മുഴുവൻ ഡിസൈൻ ചെയ്തത്. ബ്ലാക്ക് കളർ വേണമെന്ന് ഇവന്റെ തീരുമാനമായിരുന്നു. അപ്പോ ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊക്കെ ആ കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് ഫുള്ള് ബ്ലാക്ക് ആക്കി എന്താവോ മൊത്തം കൊളാവോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഒരു തീരുമാനം വളരെ നന്നായിരുന്നു നമുക്ക് തോന്നുന്നു. പിന്നെ ഇവൻ വരച്ചു തരും. ആ വരച്ചു തരുന്നത് നമ്മൾ ആ ടെൻഡർക്ക് കൊടുക്കും, അദ്ദേഹം അത് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ആണ് തകിടിൽ ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെൻട്രൽ കൺസോൾ ആയാലും ഡോർ പാഡുകളായാലും, ഡോർ പാഡൊക്കെ മറ്റേ മരത്തിൽ വെട്ടിയിരിക്കുകയാണ്. നമ്മളെന്താ ബാംബു പ്ലൈയില് വെട്ടിയിട്ടാണ് ഡോർ പാഡുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന് മാത്രമായിട്ട് ഇപ്പൊ ഒരു കോസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതാണ്ട് ഡെന്റിങ്ങും പെയിന്റിങ്ങും മാത്രം എനിക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഡെന്റിങ്ങും പെയിന്റിങ്ങും മാത്രമായിട്ട്. പെയിന്റിന് മാത്രം ഏതാണ്ട് 65,000 രൂപയോളം ആയിട്ടുണ്ട്. കാരണം ഒരു കണക്ക് എനിക്ക് വ്യക്തമായിട്ടില്ല, അറിയില്ല. കാരണം ഞാൻ ഓട്ടോ കളേഴ്സിൽ നിന്നാണ് പെയിന്റ് മുഴുവൻ വാങ്ങിയിരുന്നത്. അവരെന്നോട് ചോദിക്കും, ചേട്ടാ ഇത് 2 വണ്ടി അടിക്കാനുള്ള പെയിന്റാണ് ചേട്ടൻ കൊണ്ടുപോകുന്നത്. ഓരോ പ്രാവശ്യം വന്ന് കൊണ്ടുപോകും. കാരണം ഇത് ഓപ്പൺ സ്പേസിലിട്ട് അടിച്ച വണ്ടിയാണത്. ആ പെയിന്റ് തന്നപ്പോഴേ അവർ പറഞ്ഞ ബൂത്തിലിട്ട് അടിക്കേണ്ട പെയിന്റ് ആണത്. ഡെൽട്രോൺ PPCയുടെ പെയിന്റും ഗ്ലാസ് ഒരിറ്റിന്റെ ക്ലിയറും. അതൊരു വെല്ലുവിളിയായിട്ട് ആ പെയിന്ററും ഞാനും ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷെ അതിന്റെ ഒരുപാട് നഷ്ടം പെയിന്റിന്റെ കാര്യത്തിൽ ഉണ്ടായി. കുറെ ഭാഗത്ത് ഒലിക്കലും അങ്ങനെ ഒലിച്ചു പോലൊക്കെ ഉണ്ടായി. അതൊക്കെ 2ാമത് ശരണ്ടി അവിടെ വീണ്ടും അടിച്ചതാണ്. അതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുകയും ചെയ്തത്. പുറത്തിട്ട് ചെയ്തിട്ടും അത്രയും ഭംഗിയായിട്ട് അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. സന്തോഷം ഉണ്ട് എന്തായാലും അങ്ങനെ ആയി വന്നതിൽ. ഇതിന് നമുക്കൊരു ബഡ്ജറ്റ് പ്രത്യേക കറക്റ്റായിട്ട് വണ്ടി പ്രകാരം പറയാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ സാർ ഈ വണ്ടിക്ക് ഏകദേശം എത്ര ചെലവായിട്ടുണ്ടാവും ഓവറോൾ പറയാം? എനിക്ക് ഏകദേശം എൻ്റെ കണക്ക് പ്രകാരം മിനിമം ഒരു 5.5 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അത് കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ എന്റെ വർക്കുകൾ കുറെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, അതിന്റെ പൈസ ഒന്നും കൂട്ടാണ്ട്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന്റെ പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തേക്കണത്. അപ്പൊ ആ വർക്കുകളൊന്നും കൂടാണ്ട് തന്നെ 5.5 ലക്ഷം രൂപ എന്റെ കണക്ക് എക്സാക്ട് ആയിട്ട് ഒരു 5.5 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പെയിന്റിലൊക്കെ കുറച്ചും കൂടി നമുക്ക് ലാഭിക്കാമായിരുന്നു. പക്ഷെ അത് നമ്മള് ബൂത്തിലൊക്കെ ഇട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1.5 ലിറ്റർ പെയിന്റോളം നമുക്ക് ലാഭിക്കാമായിരുന്നു എന്ന് എന്റെ പെയിന്റർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്.
പുറത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അത് കൂടുതൽ വരും. ഒരു ടീം വർക്കാണ്. അതിപ്പോ ഓട്ടോ കളേഴ്സിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടി കണ്ടപ്പോൾ. കാരണം അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ എന്റെ പെയിന്റർ രാമജയൻ, ഡെൻഡർ സുരേന്ദ്രേട്ടൻ, വർക്ക്ഷോപ്പിന്റെ മുതലാളി ബെന്നി, പിന്നെ ഏറ്റവും കൂടുതൽ അപ്പോൾസ്ട്രി ചെയ്ത ഓയിസ്റ്റർ, അവരോട് പ്രത്യേകം നന്ദിയാ പറയണം ഓയിസ്റ്ററിൽ. കാരണം എനിക്കൊന്നും അത്രയും സന്തോഷമായി പോയി. പിന്നെ നിങ്ങളോട് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. കാരണം ഈ വണ്ടി ഇത്രയും വൈറലായത് നിങ്ങൾ തന്നെയാണ് കാരണം. താങ്ക് യു. സാറിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം താങ്ക്സ് ഇപ്പോഴും പറയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വാലിസ് എന്നൊരു ലെജൻഡ് വണ്ടി നമുക്ക് തരാൻ വേണ്ടിയിട്ടും നമുക്ക് വർക്കിന് തരാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ അത്രയും ഒബ്ലൈസ്ഡ് ആണ് ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയതിന്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾക്ക് ഇനിയും ഇങ്ങനെ വണ്ടി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പെയിൻറ്റിങ്, സെറാമിക് കോട്ടിങ്, ഡീറ്റെയിലിംഗ് സംബന്ധമായ എന്ത് വർക്കിനാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് we respect each and every one of you who love your cars. Okay, so thank you so much for watching.